Welcome to a supplementary video by the English EduSpot to the 9th Standard English class part 28 by Victor's channel. വിക്ടേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്ത 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ക്ലാസ് 28ാം ഭാഗവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് ഒരുക്കുന്ന ഒരു സപ്ലിമെൻ്ററി വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ക്ലാസ്സിൽ സോങ് ഓഫ് ദി റെയിൻ എന്ന കവിതയിലെ ഏതാനും വരികൾ കൂടിയാണ് വിശദീകരിച്ചത്. I emerge from the heart of the sea, soar with the breeze. When I see a field in need, I descend and embrace the flowers and the trees in a million little ways. വീണ്ടും മഴ പറയുന്നത് എൻ്റെ തുടക്കം കടലിൽ നിന്നാണ്, ഞാൻ ഉയർന്നു വരുന്നത് കടലിൽ നിന്നാണ്. സോർ വിത്ത് ദ ബ്രീസ്, എന്നിട്ട് ഞാൻ കാറ്റിനോടൊപ്പം ഉയർന്ന് പൊങ്ങുന്നു, പറക്കുന്നു. The rain starts from the sea, its births as vapor. മഴ അതിൻ്റെ ജീവിതം തുടങ്ങുന്നത്, അതിൻ്റെ ജനനം ഉടലെടുക്കുന്നത് കടലിൽ നിന്നാണ്, നീരാവിയായിക്കൊണ്ട്. And raises up to the sky with the wind. എന്നിട്ട് കാറ്റിനോടൊപ്പം ആ നീരാവി ഉയർന്ന് ആകാശത്തേക്ക് പോയി മഴമേഘങ്ങളായി മാറുന്നു. When I see a field in need, ഭൂമിക്ക് എന്നെ ആവശ്യമുണ്ടെന്ന് ഞാൻ കാണുമ്പോൾ, ഏതെങ്കിലും ഒരു ഫീൽഡ് വരണ്ടുണങ്ങി നിൽക്കുന്നത് ഞാൻ കാണുമ്പോൾ, I descend and embrace the flowers and the trees. ഞാൻ താഴേക്ക് ഇറങ്ങി വന്ന് പൂക്കളെയും മരങ്ങളെയും ഞാൻ ആലിംഗനം ചെയ്യുന്നു. In a million little ways, മില്യൺ കണക്കിന് മഴത്തുള്ളികളായിക്കൊണ്ട്, മില്യൺ കണക്കിന് രീതികളിൽ, വഴികളിൽ ഞാൻ താഴേക്ക് വന്ന് മഴയായി വർഷിച്ച് മരങ്ങൾക്കും പൂക്കൾക്കും ഞാൻ തുണയാകുന്നു, അവയെ ഞാൻ എന്നോട് ചേർക്കുന്നു എന്നാണ് മഴ പറയുന്നത്. In the hot season, when fields get dry, it comes down and touches the flowers and trees in millions of drops. മില്യൺ കണക്കിന് മഴത്തുള്ളികളായി ഞാൻ താഴേക്ക് വന്ന് ചെടികളെയും പൂക്കളെയും ആശ്വസിപ്പിക്കുന്നു, അവയെ ഞാൻ സ്പർശിച്ച് എന്നിലേക്ക് ചേർക്കുന്നു. I touch gently at the windows with my soft fingers. എൻ്റെ മൃദുലമായ വിരലുകൾ കൊണ്ട് ഞാൻ ജനലുകളിൽ സ്പർശിക്കുന്നു. And my announcement is a welcome song. അങ്ങനെ മഴത്തുള്ളികൾ ജനലിൽ പതിച്ചുണ്ടാക്കുന്ന ആ ശബ്ദം, അതൊരു അനൗൺസ്മെൻ്റ് ആണ്, എൻ്റെ വരവിൻ്റെ അനൗൺസ്മെൻറ്റ്. അത് ഒരു വെൽക്കം സോങ് ആണ്, ഹൃദ്യമായ ഒരു സ്വാഗത ഗാനമാണത്, മഴയുടെ ആ ശബ്ദം. All can hear, എല്ലാ ജനങ്ങൾക്കും ആ ശബ്ദം കേൾക്കാൻ കഴിയും. But only the sensitive can understand. പക്ഷേ സെൻസിറ്റീവ് ഹൃദയമുള്ള, മൃദുലമായ, എൻ്റെ വരവിനെ ആസ്വദിക്കാനും ആഘോഷിക്കാനും കഴിയുന്ന ഹൃദയമുള്ളവർക്ക് മാത്രമേ അതൊരു വെൽക്കം സോങ്ങായി അനുഭവപ്പെടുകയുള്ളൂ, എൻ്റെ പ്രാധാന്യം മനസ്സിലാവുകയുള്ളൂ. അല്ലാത്തവർക്ക് ഞാനൊരു ശല്യക്കാരനായിരിക്കാം. The raindrops falls on windows and makes soft sounds. All people can hear the sound, but only the sensitive people can receive it as a welcome song. Descent means come down, താഴേക്ക് ഇറങ്ങി വരിക. അതിൻ്റെ ഓപ്പോസിറ്റാണ് ascent, ഉയർന്നു കയറുക, മുകളിലേക്ക് പോവുക എന്നർത്ഥത്തിൽ. Sensitive here means understanding or soft hearted. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ കഴിയുന്ന, മൃദുല ഹൃദയമുള്ള, കഠിന ഹൃദയമുള്ളവരല്ലാത്ത, എന്നെ സ്വീകരിക്കാൻ കഴിയുന്ന മനസ്സുള്ള എന്നൊക്കെയാണ് സെൻസിറ്റീവ് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. Now the assignment. Major poetic devices used in these lines.
ഈ വരികളിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട പോയറ്റിക് ഡിവൈസസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു അസൈൻമെൻറ്റ്. ഈ കവിതയിൽ മഴയെ ഉടനീളം പേഴ്സോണിഫൈ ചെയ്യുന്നുണ്ട്. മഴയെ ഒരു മനുഷ്യനായി സങ്കല്പിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളും മനുഷ്യൻ്റെ വാക്കുകളും ഒക്കെ മഴ ഒരു മനുഷ്യനെ പോലെ സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു. The rain is personified throughout the poem. ഈ വരികളിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, I touch gently at the windows with my soft fingers. മഴയ്ക്ക് മൃദുലമായ വിരലുകളുള്ള പോലെ ആ വിരലുകൾ ഉപയോഗിച്ച ജനലുകളിൽ സ്പർശിക്കുന്നു എന്നൊക്കെ പറയുന്നത് മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനം, അത് മഴ ചെയ്യുന്ന പോലെ പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ്റെ മനോഹരമായ ഉദാഹരണമാണ്. മറ്റൊന്ന്, when I see a field in need, I descend and embrace the flowers എന്ന് തുടങ്ങുന്ന ആ വരിയിൽ ഞാൻ എന്നെ ആവശ്യമുള്ള ഒരു ഫീൽഡ് കാണുമ്പോൾ താഴെ ഇറങ്ങി വന്ന് മരങ്ങളെയും പൂക്കളെയും ആലിംഗനം ചെയ്യുന്നു എന്നുള്ളത് കാണാനും ആവശ്യകത മനസ്സിലാക്കാനും ഇറങ്ങി വരാനും എംബ്രേസ് ചെയ്യാനും ഒക്കെയുള്ള ആ കഴിവ് മനുഷ്യ ഗുണങ്ങളാണ്. അത് പേഴ്സോണിഫിക്കേഷൻ്റെ ഉദാഹരണമാണ്. ആലിറ്ററേഷൻ, ഐ ടച്ച് ജെന്റ്ലി അറ്റ് ദ വിൻഡോസ് വിത്ത് മൈ സോഫ്റ്റ് ഫിംഗേഴ്സ് എന്നുള്ള ആ വരികളിൽ വിൻഡോസ് വിത്ത്, ഇവിടെ വ് സൗണ്ടുകൾ ആവർത്തിക്കുന്നു, അത് അലിറ്ററേഷൻ്റെ ഉദാഹരണമാണ്. ദെൻ കോൺസൊനൻസ്, അലിറ്ററേഷൻ എന്ന അതേപോലുള്ള മറ്റൊരു പോയറ്റിക് ഡിവൈസാണ് കോൺസണൻസ്. അലിറ്ററേഷനിൽ കോൺസണൻ്റ് സൗണ്ടുകൾ വാക്കുകളുടെ തുടക്കത്തിൽ വരുന്നു. എന്നാൽ കോൺസൊണൻസ് എന്ന പോയറ്റിക് ഡിവൈസിൽ കോൺസണൻ്റ് സൗണ്ടുകളുടെ ആവർത്തനം തന്നെയാണ്, പക്ഷേ അത് വാക്കുകളുടെ തുടക്കത്തിലല്ല, ഒന്നുകിൽ മിഡിൽ ഭാഗത്ത് അതല്ലെങ്കിൽ എൻഡിൽ അവസാന ഭാഗത്ത്. When I see a field in need, I descend and embrace the flowers and. ഇവിടെയൊക്കെ ഡ സൗണ്ടുകൾ വാക്കുകളുടെ അവസാനത്തിൽ ആവർത്തിച്ചു വരുന്നത് കോൺസണൻസിൻ്റെ ഉദാഹരണമായിട്ട് കാണാവുന്നതാണ്. നെക്സ്റ്റ്, മെറ്റഫർ. ആൻഡ് മൈ അനൗൺസ്മെൻറ്റ് ഈസ് എ വെൽക്കം സോങ് എന്ന് പറയുന്നിടത്ത് മഴയുടെ വരവ്, ആ മഴയുടെ അനൗൺസ്മെൻറ്റ് അതൊരു വെൽക്കം സോങ് ആണ്. വെൽക്കം സോങ്ങിനോടാണ് മഴയുണ്ടാക്കുന്ന മഴയുടെ വരവിൻ്റെ ആ ശബ്ദത്തെ കമ്പയർ ചെയ്തിരിക്കുന്നത് ഈസ് എന്നുള്ള വേർബ് ഉപയോഗിച്ചുകൊണ്ട്, രണ്ടും ഒന്നുപോലെ എന്ന രൂപത്തിൽ. അത് മെറ്റഫറിൻ്റെ ഉദാഹരണമാണ്. ദെൻ ടാക്ടൈൽ ഇമേജസ്. ടാക്ടൈൽ ഇമേജിന് ഒരു ഉദാഹരണം ഇവിടെ കാണാൻ സാധിക്കും. ഐ ടച്ച് ജെന്റ്ലി അറ്റ് ദ വിൻഡോസ് വിത്ത് മൈ സോഫ്റ്റ് ഫിംഗേഴ്സ്. മൃദുലമായ വിരലുകൾ കൊണ്ട് ഞാൻ ജനലുകളിൽ മൃദുലമായി തന്നെ സ്പർശിക്കുന്നു. ഇത് വായിക്കുമ്പോൾ ഒരു സ്പർശനം, മൃദുലമായ ഒരു തലോടൽ നമുക്കും അനുഭവിക്കുന്നത് പോലെ തോന്നുന്നു. ഇത് ടാക്ടൈൽ ഇമേജിൻ്റെ ഒരു ഉദാഹരണമായി കാണാവുന്നതാണ്. ദെൻ ഓഡിറ്ററി ഇമേജസ്. ദ ജെന്റിൽ ടച്ച് ഓഫ് റെയിൻ അറ്റ് വിൻഡോസ് ക്രിയേറ്റ്സ് എ സോഫ്റ്റ് സൗണ്ട്. ഒരു ടാക്ടൈൽ ഇമേജ് തീർക്കുമ്പോൾ തന്നെ മഴ ജനലുകളിൽ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സോഫ്റ്റ് സൗണ്ട് അത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കവി അതിനെ ഒരു വെൽക്കം സോങ്ങുമായി കമ്പയർ ചെയ്തതും. സോങ് എന്നുള്ളത് കേൾവിയുടെ ചിത്രമാണ്. അതുകൊണ്ട് സെൻസിറ്റീവ് ഹൃദയമുള്ള ആളുകൾക്ക് വെൽക്കം സോങ്ങായി ഒരു സ്വാഗത ഗീതം പോലെ കേൾക്കാനും ആസ്വദിക്കാനും കഴിയുന്ന മഴയുടെ ആ സൗണ്ട്, അത് ഒരു ഓഡിറ്ററി ഇമേജായി കാണാവുന്നതാണ്. നെക്സ്റ്റ് അസൈൻമെൻറ്റ്, ഐഡൻറ്റിഫൈ എക്സാമ്പിൾസ് ഓഫ് ഹൈപ്പർബലി ആൻഡ് മെറ്റഫേഴ്സ്. ഹൈപ്പർബലി, മെറ്റഫേഴ്സ് എന്നീ രണ്ട് പോയറ്റിക് ഡിവൈസുകളെ തിരിച്ചറിയുക. ഹൈപ്പർബലി എന്ന് പറയുന്നത് എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നാം ഒരു കാര്യം പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന ആശയത്തെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് വർദ്ധിപ്പിച്ച രീതിയിൽ പറയുന്ന ഒരു പ്രയോഗം. എക്സാമ്പിൾസ്: ഐ ആം സോ ഹംഗ്രി ഐ കുഡ് ഈറ്റ് ഹേഴ്സ്.
ഒരു കുതിരയെ തിന്നാനുള്ള വിശപ്പ് എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ ആ വിശപ്പിൻ്റെ കാഠിന്യം, അതിൻ്റെ പ്രാധാന്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത്. വർദ്ധിപ്പിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതി. ഹി ഈസ് റണ്ണിങ് ഫാസ്റ്റർ ദാൻ ദ വിൻഡ്. കാറ്റിനേക്കാൾ വേഗത്തിൽ അദ്ദേഹം ഓടുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഓട്ടം എത്രമാത്രം വേഗത്തിലാണെന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഷീ ഈസ് ആസ് ഓൾഡ് ആസ് ദ ഹിൽസ്. പർവ്വതം പോലെ പ്രായമുള്ളവളാണ് അവൾ. അവളുടെ ആ പ്രായാധിക്യത്തെ വർദ്ധിപ്പിച്ച് അവതരിപ്പിക്കുന്നു. മൈ സ്കൂൾ ബാഗ് വെയ്സ് എ ടൺ. എൻ്റെ സ്കൂൾ ബാഗ് ഒരു ടൺ ഭാരമുണ്ട്. സ്കൂൾ ബാഗിൻ്റെ ഭാരത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതി. അവർ ടീച്ചർ വിൽ കിൽ അസ് വെൻ ഷി നോസ് ദാറ്റ് വി ഹാവൻറ്റ് ഡൺ ദ ഹോംവർക്ക്. നാം ഹോംവർക്ക് ചെയ്തില്ല എന്ന് ടീച്ചർ അറിയുമ്പോൾ ടീച്ചർ നമ്മെ കൊല്ലും എന്ന് പറയുന്നത് ടീച്ചറുടെ ആ പണിഷ്മെൻറ്റ്, ടീച്ചറുടെ ആ ദേഷ്യം, അതിനെ പ്രകടമാക്കാനുള്ള ഒരു എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഐ ഹാവ് റെഡ് ദാറ്റ് ബുക്ക് 1000 times. ഞാൻ ആ പുസ്തകം 1000 വട്ടം വായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, ആ പുസ്തകം അത്രയും രസകരമാണ് എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്. മെറ്റഫർ എന്നുള്ളത് കമ്പാരിസൺ ആണ്. വ്യത്യസ്തമായ രണ്ട് വസ്തുക്കൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. രണ്ടും ഒന്ന് തന്നെയാണ് എന്ന രൂപത്തിലുള്ള കമ്പാരിസൺ. ഒന്ന് മറ്റൊന്നിനെ പോലെയാണ് എന്ന് പറയുന്ന രീതിയല്ല, ഒന്ന് മറ്റൊന്ന് പോലെ തന്നെ എന്ന് പറയുന്നത് സിമിലിയാണ്. എന്നാൽ രണ്ടും ഒന്ന് തന്നെയാണ്, അതും ഇതും ഒന്നാണ് എന്ന് പറയുന്ന ഇൻഡയറക്റ്റ് കമ്പാരിസൺ. ലൈഫ് ഈസ് എ ഹൈവേ. ജീവിതം ഒരു ഹൈവേ ആണ്, രണ്ടും ഒന്നാണ് എന്ന രൂപത്തിലാണ് കമ്പാരിസൺ. ഇതാണ് മെറ്റഫർ. ഹെർ ഐസ് വർ ഡയമണ്ട്സ്. അവളുടെ കണ്ണുകൾ ഡയമണ്ട്സ് ആയിരുന്നു. ഷീ ഈസ് ദ ലൈറ്റ് ഓഫ് ദെയർ ഹൗസ്. അവരുടെ വീടിൻ്റെ വിളക്കാണ് അവൾ. ദ ക്ലാസ് റൂം ഈസ് എ സൂ. ക്ലാസ് റൂം ഒരു സൂ ആണ്. ദ കാം പോണ്ട് വാസ് എ മിറർ. ശാന്തമായ ആ തടാകം ഒരു കണ്ണാടിയായിരുന്നു. ബുക്സ് ആർ സ്റ്റോറേജ് ഓഫ് വിസ്ഡം ആൻഡ് കീസ് ടു ഇമാജിനേഷൻ. പുസ്തകങ്ങൾ വിസ്ഡം, അറിവിൻ്റെ, ബുദ്ധിയുടെ സ്റ്റോറേജാണ്. അവ ഭാവനയുടെ താക്കോലുകളാണ് എന്നുള്ളത് രണ്ടും ഒന്ന് തന്നെ എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്ന രീതി. ഇതാണ് മെറ്റഫർ. നെക്സ്റ്റ് ആക്ടിവിറ്റി. റൈറ്റ് ആൻസേഴ്സ് ടു ദ ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് 5 to 11. Question 5. Comment on the expression when I cry the hills laugh. ഞാൻ കരയുമ്പോൾ കുന്നുകൾ ചിരിക്കുന്നു എന്നർത്ഥം വരുന്ന ഈ പ്രയോഗത്തെക്കുറിച്ച് വിശദീകരിക്കുക. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആൻസർ. When the rain pours torrentially, the dry land and plants of the hills get wet and become refreshed and happy. മഴ ശക്തമായി കോരിച്ചൊരിയുമ്പോൾ ശബ്ദമുണ്ടാകും, വെള്ളമുണ്ടാകും. അതാണ് മഴയുടെ കരച്ചിൽ. ആ മഴയെ സ്വീകരിച്ചുകൊണ്ട് വരണ്ട ഭൂമിയും കുന്നുകളിലെ മരങ്ങളും ചെടികളും നനഞ്ഞ് കുതിർന്ന് അവയ്ക്കൊരു പുതുജീവൻ കൈവരുന്നു. അവ സന്തോഷം കൊള്ളുന്നു. മാത്രമല്ല, ദ സൗണ്ട് ഓഫ് ദി റെയിൻ എക്കോസ് ഓൺ ദ ഹിൽസ് ടു. കോരിച്ചൊരിയുന്ന മഴയുടെ ശബ്ദം കുന്നുകളിൽ പ്രതിധ്വനിക്കുന്നു. അത് കുന്നുകളുടെ ചിരിയായി മാറുന്നു. Question 6. How does the rain act as a messenger of mercy? കാരുണ്യത്തിൻ്റെ ഒരു മെസ്സഞ്ചറായി മഴ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആൻസർ. The cloud and fields are lovers. ക്ലൗഡും ഫീൽഡും ലവേഴ്സാണ്. ആൻഡ് the rain is a messenger of mercy between them. അവർക്കിടയിലെ കരുണയുടെ ഒരു ദൂതനാണ് മഴ. എങ്ങനെയാണത് സംഭവിക്കുന്നത്? The rain connects the cloud with the fields and the field quenches its thirst. മഴ മേഘത്തെ ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നു, മഴയായി പെയ്തുകൊണ്ട്. അങ്ങനെ ഭൂമി അതിൻ്റെ ദാഹം
അടക്കുന്നു. The rain also reduces the heaviness of the clouds. മഴയായി പെയ്തുകൊണ്ട് ഭാരം കുറച്ചു കൊടുക്കുന്നു മഴ മേഘത്തിന്. മേഘം ഭാരം പേറി നിൽക്കുകയായിരുന്നു. മഴയായി പെയ്തൊഴിഞ്ഞ് ആ മേഘത്തിൻ്റെ ഹെവിനെസ്, അതിൻ്റെ ഭാരം ലഘൂകരിച്ചു കൊടുത്തുകൊണ്ടും മേഘത്തോട് മഴ കരുണ കാണിക്കുന്നു. ഇങ്ങനെ ഒരു മെസ്സഞ്ചർ ഓഫ് മേഴ്സിയായി മഴ മാറുന്നു. Question 7. In what sense are the cloud and field lovers? ഏതർത്ഥത്തിലാണ് ക്ലൗഡും ഫീൽഡും ലവേഴ്സ് ആണെന്ന് പറയുന്നത്? Answer. The cloud and the field are strongly connected, helping each other. ക്ലൗഡും ഫീൽഡും പരസ്പരം സഹായിച്ചുകൊണ്ട് വളരെയധികം അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അവരുടെ ആ സ്ട്രോങ് കണക്ഷനാണ് അവർക്കിടയിലുള്ള ലവ്. The field wants to get water to make it wet and fertile. ഭൂമിക്ക് അതിനെ നനവുള്ളതും ഫലഭൂയിഷ്ഠവുമാക്കാൻ വെള്ളം വേണം. And the cloud wants to relieve its heaviness of water content. വെള്ളം ഒഴിഞ്ഞ് അതിൻ്റെ ഭാരം ലഘൂകരിച്ച് കിട്ടാൻ ക്ലൗഡും ആഗ്രഹിക്കുന്നു. Question 8. What do the words cry and humble imply? Cry, humble എന്നീ പദങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? Answer. The word cry implies the pouring of rain with sound. മഴയുടെ ശബ്ദത്തോടു കൂടിയുള്ള ആ കോരിച്ചൊരിയൽ, അതാണ് മഴ കരയുന്നു എന്നർത്ഥം വരുന്ന ക്രൈ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. And humble implies the rain comes down softly and gently. Humble, വിനയം കാണിക്കുന്നു എന്നർത്ഥം വരുന്ന ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് മഴ വളരെ സോഫ്റ്റായിട്ട് മൃദുലമായി താഴേക്ക് പതിക്കുന്നു എന്നതാണ്. Question 9. Who are the thirsty and the sick ones described in the fourth stanza? നാലാം സ്റ്റാൻസയിൽ തേഴ്സ്റ്റി, ദാഹമുള്ള, അതോടൊപ്പം തന്നെ the sick ones, രോഗമുള്ള എന്നൊക്കെ പരാമർശിക്കുന്നത് ആരെക്കുറിച്ചാണ്? Answer. The fields are the thirsty. ദാഹമുള്ളത് ഭൂമിക്കാണ്. And the clouds are the sick ones. രോഗമുള്ള, പ്രയാസം അനുഭവിക്കുന്നത് മേഘങ്ങളാണ്. Question 10. I am like earthly life. Explain the comparison. കവിതയിലെ ഒരു കമ്പാരിസൺ, ഒരു സിമിലിയാണ് ഈ ലൈൻ. ഇതിലടങ്ങിയിരിക്കുന്ന കമ്പാരിസൺ ഒന്ന് വിശദീകരിക്കുക. മഴ മഴയെ ഭൂമിയിലെ ജീവനുമായി കമ്പയർ ചെയ്യുന്നു. The rain has a very brief life cycle. മഴയ്ക്ക് വളരെ ചുരുങ്ങിയ ഒരു ജീവചക്രം, ഒരു ലൈഫ് സൈക്കിളാണുള്ളത്. ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ, വെള്ളം നീരാവിയായി മാറുന്നു. കണ്ടൻസേഷൻ ഓർ ക്ലൗഡ് ഫോമേഷൻ, പിന്നീട് അത് ജലകണികകളായി മേഘമായി രൂപാന്തരപ്പെടുന്നു. ദെൻ റെയിൻഫോൾ, മഴയായി വർഷിക്കുന്നു. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദി ഹ്യൂമൻ ലൈഫ്. ഇത് മനുഷ്യജീവൻ്റെ ചക്രം പോലെ തന്നെയാണ്. ബേർത്ത്സ്, ജനനം, മെച്ചുറേഷൻ ഓർ ഗ്രോത്ത്സ്, പിന്നീട് വളർച്ച, ആൻഡ് ഡെത്ത്സ്, മരണം. Question 11. I am dotted silver threads is an example of a first person narration. കവിതയിൽ തുടക്കത്തിൽ പറയുന്നത് മഴയെക്കുറിച്ച് ഐ എന്ന ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺ ഉപയോഗിച്ചുകൊണ്ട് I am dotted silver threads എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊരു ഫസ്റ്റ് പേഴ്സൺ നറേഷനാണ്. ഐഡൻറ്റിഫൈ സിമിലർ ലൈൻസ് ഫ്രം ദ ഫസ്റ്റ് 2 സ്റ്റാൻസാസ്. ആദ്യ 2 സ്റ്റാൻസുകളിൽ ഇതേപോലെ ഫസ്റ്റ് പേഴ്സൺ നറേഷനിൽ പറയുന്ന വരികൾ കണ്ടെത്തുക. തുടർന്ന് പറയുന്നു I am beautiful pearls plucked from the crown of a star എന്നുള്ളത് is a similar line in the second stanza. രണ്ടാം സ്റ്റാൻസയിൽ I am എന്ന് തുടങ്ങുന്ന ഒരു ഫസ്റ്റ് പേഴ്സൺ നറേഷൻ്റെ ഒരു ഉദാഹരണമാണ്. ധാരാളം മറ്റു ഉദാഹരണങ്ങൾ മറ്റു സ്റ്റാൻസുകളിലുമുണ്ട്. These 3 lines are also examples of a first person narration from the third stanza. ഈ 3 വരികൾ തേർഡ് സ്റ്റാൻസയിൽ ഫസ്റ്റ് പേഴ്സൺ നറേഷനായി വരുന്ന ഉദാഹരണങ്ങളാണ്. When I cry, the hills laugh. When I humble myself, the flowers rejoice. When I bow, all things are alive.
ഈ വീഡിയോയിൽ ഇതുവരെ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഈ തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.